4 ന്യൂസ് നേരിന്റെ വാർത്തകൾ. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിനു സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാര് വീട്ടിൽ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മുഖത്ത് ചെളി വാരിത്തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. അമ്പിളിയുടെ മുച്ചക്ര വാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവട കടയും സ്ത്രീ അടിച്ചു തകർത്തു. ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു. ഞാൻ കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനെ. അപ്പോൾ കച്ചവടത്തിന് ഇരിക്കുമ്പോൾ അലിസബിത്ത പെണ്ണുമ്പിള്ള അതിലിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവറെടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് മിണ്ടാറൊന്നുമില്ല. ഞാൻ ആളോടും മിണ്ടാറില്ല, ആളോടും സംസാരിക്കാറൊന്നുമില്ല, മിണ്ടാറും കൂടി ഇല്ല ആളോട്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആൾ. അപ്പം ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മൂത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു. ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കുന്നുണ്ടായിരുന്നു, സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്. അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്, അത് തല്ലി ഒരുവിധം നശിപ്പിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ബക്കറ്റുണ്ട്, കുറേ വീക്ക് തന്നെ ബക്കറ്റൊക്കെ തവിട് പൊടിയായി കിടക്കുന്നുണ്ട്. എന്തിനാന്ന് ഒരു പിടുത്തമൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല, ആൾ എന്നോടും മിണ്ടാറില്ല. എന്നിട്ട് പറഞ്ഞു, ഈ പുറമ്പോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട് ആണ് തല്ലിയത് തന്നെ. അപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ കൂടി. പിന്നെയാണ് അറിഞ്ഞത്, സാറുമാരൊക്കെ വന്നപ്പോൾ അറിഞ്ഞ അവൾക്ക് മെൻ്റലാണെന്നുള്ളത്. അപ്പോൾ അവർ സാറുമാർ പറഞ്ഞു, മോളെന്തായാലും പോയി അഡ്മിറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ടും തല്ലാൻ വന്നു ചുറ്റിയും കൊണ്ട്. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ഓടിക്കൂടിയിട്ട് അപ്പോഴേക്ക് അവളുടെ ഇതിലേക്ക് ഓടിപ്പോയി, അവരുടെ ഓഫീസിലേക്ക് തന്നെ ഓടിപ്പോയി. 5 മാസം 3-5 മാസം ഒരു പരിചയമില്ല. അതും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആള് എന്നോടായാലും എൻ്റെ ഓണറോടായാലും ഉണ്ടാറും കൂടി ഇല്ല ആള്. എൻ്റെ ജോലിക്കാരത്തിന് അടിച്ച് ഒരു പെണ്ണ് വന്നിട്ട് എൻ്റെ ഫ്രൂട്ട്സ് കട, ലോട്ടറി കട, അതുപോലെ ബജിക്കട, പെൺകുട്ടിയുടെ വണ്ടി, അല്ലെങ്കിൽ ഒരു വികലാംഗത്തിലുള്ള പെൺകുട്ടി, അവരുടെ വണ്ടി എല്ലാം തല്ലി തകർത്തിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കണ്ട് കഴിക്കുന്ന എൻ്റെ ഫ്രൂട്ട്സ് കട്ടും മറ്റുള്ള എല്ലാം റോട്ടിലാണ്. നല്ലൊരു നാശനഷ്ടങ്ങൾ എനിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ലോഡ്ജ് നടത്തുന്ന എൻ്റെ ഓണറാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്, വേറെ ആരുമല്ല. പരസ്യമായിട്ട് പോലീസും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് അവരെന്താ നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ മുതൽ കംപ്ലീറ്റ് നശിപ്പിച്ചു. ആ പെൺകുട്ടിനെ അടിച്ച് തകർത്തു. അവർ വണ്ടി തകർത്തു. കാലിന് സുഖമില്ലാത്ത, കയ്യിന് സുഖമില്ലാത്ത ഒരു പെണ്ണാണ്. ഒരു വികലാംഗത്തിന് ഞാനൊരു ജോലി കൊടുത്തതാണ്. എനിക്ക് ഒറ്റയ്ക്ക് നടത്താൻ അറിഞ്ഞിട്ടല്ല, ഒരു ജീവിതം നടത്തും പോലും ഒരിച്ചിട്ട് കൊടുത്തൊരു ജോലിയാണത്. ആ പെൺകുട്ടിനെ വരെയാണ് ഇപ്പോൾ ഇങ്ങനെ ആക്രമിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത്. ഇപ്പോൾ പുതുക്കാട് ഹോസ്പിറ്റലിൽ കൊടുത്ത് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്.